എങ്ങനെയാണ് ഈ DXITOയുടെ ഒരു ഉത്ഭവം, അതെങ്ങനെയാണ് അതിലേക്ക് എത്തും? DXITO ആക്ച്വലി അങ്ങനെ ഒരു പേരിടാൻ കാരണം എന്ന് വെച്ചാൽ ഒരു സക്സസ് എന്നാണ് സ്പാനിഷിന്റെ ഒരു വേർഡ്, സക്സസ് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു വേർഡിനേക്കാൾ ഉപരി നമ്മൾ ഡിജിറ്റലി ഒരു കമ്പനിയെ സക്സസ് ആക്കുക എന്നുള്ളതിൽ ഒരു നല്ലൊരു വിഷൻ ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതിലുപരി ഒരുപാട് യാത്രകൾ പല ഓൺടർപ്രണേഴ്സിന്റെ കൂടെ പോകുമ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു പെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ അവരുടെ ബിസിനസ്സിനെ റൈറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ആളുകൾ അവർക്ക് അടുത്തില്ല. ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊക്കെ ഒരുപാട് കമ്പനീസിന് ട്രൈ ചെയ്യുന്നുണ്ട്. പല കമ്പനികളിൽ ഇവർക്ക് വിശ്വാസമില്ല. അപ്പൊ ഞാൻ ഇനീഷ്യലി ട്രൈ ഔട്ട് എന്ന ലെവലിൽ ഒരുപാട് കുറച്ച് 2-3 കമ്പനീസ് ഒക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്ത് ഫ്രീ ആയിട്ട് ഇവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പേജസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഗൂഗിൾ മൈ ബിസിനസ്സിലൊക്കെ ലൊക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഇവർക്കൊരു ബിസിനസ് ഒരു ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള എൻ്റെ വിശ്വാസം ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഒരു ക്ലയന്റ് എന്ന ലെവലിൽ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ DXITO കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും അതൊരു കമ്പനി ആയിട്ട് ഫോം ചെയ്ത് 2020 ഫൈനാൻഷ്യലി വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും സീറോയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം സർവീസ് ആണല്ലോ. ഡിജിറ്റലി സർവീസ് എന്ന് പറയുന്നത് നമുക്ക് സീറോയിൽ നിന്നും നമുക്ക് ഹീറോ ആവാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നത്. നല്ല ടീം മെമ്പേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. അതും ടാലന്റ് ആയിട്ടുള്ള ആളുകൾ, നല്ല ഹൈ പെയ്ഡ് ആയിട്ട് അവർക്ക് ഒന്നെങ്കിൽ ജോബ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ടാലന്റുള്ള ആൾക്കാർ നല്ല സാലറി കൊടുത്തിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഹൈലി ടാലന്റഡ് ആണ്, ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉണ്ട്, പാഷനേറ്റ് ആയിട്ട് ഒരു ഡ്രൈവ് ഉണ്ട് എന്നുള്ള ലെവലിൽ മാർക്കറ്റിംഗ് ഡ്രൈവ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കൂടെ കൂട്ടുക, പാർട്ട്നേഴ്സ് ആക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം.